ശ്രീനിവാസൻ സാറിന്റെ മരണാനന്തര ചടങ്ങിൽ നമ്മുടെ അതിജീവിതയുടെ വക്കീലിനെ കണ്ടപ്പോഴത്തേക്കും ദിലീപ് എന്താ കാണിച്ചെന്ന് നോക്കിക്കേ. സാധാരണ താടിയിൽ പിടിച്ചതാണോ അതോ ചെരയ്ക്കുമെന്നാണോ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. അവരെ നോക്കിക്കൊണ്ടാ ചെയ്തത്. എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം തന്നെ ഈ ട്രോളിൽ നിന്ന് തുടങ്ങാം. ഞാനിങ്ങനെ ഒരു ട്രോള് സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോഴാണ് ഞാനിങ്ങനെ 2-3 വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് കരുതിയത്. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീനിവാസ് എന്ന് പറയുന്ന ആക്ടറിന്റെ മരണാനന്തര പരിപാടിക്ക് പോയ സമയത്ത് അവിടെ നമ്മളുടെ അതിജീവിതയുടെ വക്കീലും പ്രസന്റ് ആയിരുന്നു. ആ വക്കീലിനെ നോക്കി ദിലീപ് ഈ രീതിയിൽ ഒരു ചേഷ്ട കാണിക്കുന്നു എന്നാണ് പറയുന്നത്. വീഡിയോയിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പം വക്കീൽ വന്നിട്ടാണോ കാണിച്ചത്, ഇനി വക്കീലിനോടാണോ കാണിച്ചത്, അല്ലെ വെറുതെ ഇങ്ങനെ ചെയ്തതാണോ, അല്ലെ ഇതിന് ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ആദ്യം തന്നെ ഇങ്ങനെയൊന്ന് കാണിച്ചു എന്ന് കരുതി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇത്രത്തോളം രോക്ഷാകുലനാവേണ്ട ആവശ്യം ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇല്ല. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല. കാരണം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ രോക്ഷാകുലമായിട്ട് ഇങ്ങനെ ഈ രോക്ഷാകുലത്വം കാണിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആൻഡ് ടു ഓൾ ദ ദിലീപ് സപ്പോർട്ടേഴ്സ്, അല്ലെങ്കിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരോട്, ഫൈൻ, നിങ്ങൾ വിശ്വസിക്കും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല, ഫൈൻ. ഈ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ വന്ന് ഞാൻ ദിലീപ് തെറ്റ് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അതിൽ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കേണ്ടാത്തവർക്ക് സ്വീകരിക്കേണ്ട. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ട്രോള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമൊന്നുമില്ല. കാരണം ഇതിലിങ്ങനെ ഒരു കാര്യം നടന്നോ നടന്നില്ലേ, അല്ലെ ഇനി വെറുതെ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് പറയുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയരുതല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇന്നത്തെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൾസർ സുനിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലേഡി പറയുന്നൊരു പരാമർശമുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ക്ലിക്കാണ്. എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. അതാണ് നമ്മളുടെ ഒരു മെയിൻ ടോപ്പിക്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്, മഞ്ജു വാര്യർക്കും കാവ്യയ്ക്കും മുമ്പ് ദിലീപ് വേറെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ രണ്ട് സാധനം നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പുള്ളിക്കാരന്റെ സ്വഭാവം നമുക്ക് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിട്ടു. അടി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ അവനെ പറഞ്ഞു വിട്ടത്. ഇവിടെ ഉദ്ദേശിച്ച ഈ പുള്ളിക്കാരൻ ആരാന്ന് വെച്ചാൽ ദാറ്റ് ഇസ് പൾസർ സുനി ആണ്. ഈ പൾസർ സുനി ഇവരുടെ ഒഫീഷ്യൽ ഡ്രൈവർ ആയിരുന്നു. ആ സമയത്ത് പൾസർ സുനി ചെയ്ത എന്തോ ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ അടി കൊടുത്ത് വിടേണ്ട ഒരു കേസ് കേട്ടാണ്. പക്ഷെ ഞങ്ങൾ അടി കൊടുത്ത് വിട്ടില്ല, പകരം ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെ അങ്ങ് ഒഴിവാക്കി. അപ്പൊ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ സ്വഭാവം മോശമാണ് എന്നുള്ളതാണ് ഈ പറയുന്നത്. പല ഹിസ്റ്ററിയിലും പൾസർ സുനിയുടെ കൂടെ നിന്ന വ്യക്തികൾ വരെ പൾസർ സുനി, ദ ഡോൺ, ദി ഗ്രേറ്റ്, ദ അൾട്രാ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞ പല മാസ് റീൽസും കാര്യങ്ങളും കാണുന്ന സമയത്ത് ഒരു വ്യക്തി വന്ന് പറയുകയാണ്, എൻ്റെ ഒരു പ്രീവിയസ് ആയ ഡ്രൈവർ ആയിരുന്നു, അവന്റെ സ്വഭാവം കൊള്ളില്ല, അത് ശരിക്കും അടി കൊടുത്ത് വിടണ്ടേ, പക്ഷെ ഞാൻ അങ്ങ് ഒഴിവാക്കി വിട്ടു. അപ്പൊ ഇവന്റെ ഏകദേശം സ്വഭാവത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് ദിലീപന്റെ ഇഷ്യൂസ്, അതിജീവിതയുടെ ആ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മള് ടിവിയിൽ കണ്ടപ്പോഴാണ് ഇതാണ് പൾസർ സുനിൽ എന്നുള്ളൊരു സംഭവം. സുനിൽ എന്നല്ലേ പറയുന്നത്. നമ്മളിപ്പം ഡ്രൈവേഴ്സ് ഒക്കെ വരുമ്പോ നമ്മള് പേര് മാത്രം ഏജൻസി എന്നാണല്ലോ വരുന്നത്. അറിയത്തില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴാണ്, അയ്യോ ഇവൻ നമ്മൾ വീട്ടില് ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള ആളാണല്ലോ. ചരിത്രം ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞപ്പോഴേ നമ്മൾ ഞാനും ചൂടായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചൂടാവേണ്ട സാഹചര്യത്തിൽ നമ്മൾ ചൂടാവും. അപ്പൊ എനിക്ക് പേടിയായി. നമ്മൾ അന്ന് കൊറേ അവനെ ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് പറഞ്ഞു വിട്ടത്. പിന്നീട് അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഏജൻസി വഴി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവറാണ് ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി. ആൻഡ് പൾസർ സുനിയുടെ ഒരു മോശം പെരുമാറ്റം കാരണം ഇവർ പൾസർ സുനീനെ ഒഴിവാക്കി വിട്ടു. അപ്പൊ ഈ കേസ് വന്ന സമയത്താണ് ഇവർ നോട്ട് ചെയ്തത്. കാരണം ഏജൻസി വഴി വരുമ്പോൾ നമ്മൾ ഇവരുടെ പേരെന്താ, വട്ടപ്പേരെന്താന്നുള്ളതൊന്നും നോക്കൂല. നമ്മൾ ജസ്റ്റ് ഒരു ഡ്രൈവർ വന്നു സുനിൽ, ആൻഡ് സുനിൽ എന്ന് പറഞ്ഞ പേരിൽ തന്നെയാണ് കണ്ടത്, മനസ്സിലാക്കിയത്. പക്ഷെ ഇപ്പൊ പേരിന് പറയാൻ എനിക്ക് പേടിയുണ്ട്. കാരണം അന്ന് ഇവൻ കാണിച്ച എന്തോ വൃത്തികെട്ട പരിപാടിക്കായിട്ട് ഇവരും ഇവരുടെ ഹസ്ബൻഡ് ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ റോങ് ആയിട്ട് വിട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് ആണോ ആരാന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള, ആരാണെങ്കിലും ഇച്ചിരി റോങ് ആയിട്ട് വിട്ടിട്ടുണ്ട്. അപ്പം ഇവൻ ഈ റിവെഞ്ച് ആറ്റിറ്റ്യൂഡുള്ള ആളാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ മോശം പെരുമാറ്റം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പം കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പം എനിക്ക് നല്ല പേടിയുണ്ട്. എന്താവും എൻ്റെ കാര്യം, ഇവൻ എന്നെ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളുടെ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാർ
എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ കുറേ കഴിയുമ്പോഴാണ് ഇപ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത്ഭുതമാവും. പൾസർ സുനി, അയ്യോ ഞങ്ങളുടെ ഡ്രൈവർ ഇങ്ങനത്തെ ഒരുത്തനായിരുന്നോ? അതാ പറയുന്നത്, നമ്മൾ പല വ്യക്തികളെയും അതിഗൂഢമായി അധികാഠിന്യമായി സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചില സത്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സപ്പോർട്ട് ചെയ്യണം, ആരും അധികമായി സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ അതിജീവിതേനെ ഭയങ്കര മാരകമായി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ മാരകമായിട്ട് സപ്പോർട്ട് ചെയ്യല്ല. അതിജീവിതം കടന്നു പോയ കുറേ സിറ്റുവേഷൻസ് കണ്ടപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഇമോഷൻ്റെ പുറത്താണ്. എനിക്കിങ്ങനെ ഈ 1700 പേജ് വെച്ചിട്ട് അതിൽ ഓരോ വേർഡ് ബൈ വേർഡ് എടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് വാദിക്കാനോ അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ ഇമോഷൻ്റെ പുറത്തെടുക്കുന്ന വീഡിയോയാണ്. എൻ്റെ ഇമോഷൻ മനസ്സിലാക്കുന്ന കുറേ നല്ല നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വരുന്നത്. അവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇമോഷൻ്റെ പുറത്താണ് എടുക്കുന്നത്. കാരണം ഞാനൊരു പെൺകുട്ടിയാണ്. വേറൊരു പെൺകുട്ടി ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പം എനിക്ക് മനസ്സിലാവും അവൾക്ക് അത് എത്രത്തോളം അവൾ ആ സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നോ നാളെയോ ഞാനും ഇങ്ങനെ സൊസൈറ്റിയിൽ ഇറങ്ങി പോകേണ്ടതാ. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ 4-5 ആൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ, കാരണം നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും സ്നേഹിക്കൊന്നുമില്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മൾ സ്നേഹിക്കാത്തവരുണ്ട്, അങ്ങനെ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് ഇങ്ങനെ മോശമായി പെരുമാറുമ്പം നമുക്കൊരു നീതി കിട്ടണം. ഇവിടെ വേണ്ടതായ ഒരു നീതി കിട്ടിയില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യും. പൊതുവേ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള കുറേ ഇടപാടാണ്, കൊട്ടേഷൻ കൊടുക്കുക, പിടിച്ചോണ്ട് പോവുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ലീക്ക് ചെയ്യുക, അതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ട സാധനമാണ്. ഇതൊക്കെ റിയലായി വരുമ്പോൾ നല്ല പേടിയുണ്ട്. കാരണം ഇനി ലോകത്ത് ജീവിക്കേണ്ട വ്യക്തി എന്ന നിലയിൽ. അതുകൊണ്ട് എൻ്റെ ഇമോഷനെ പുറത്ത് ഞാൻ എടുക്കുന്ന വീഡിയോസാണിത്. അതിന് പല ആൾക്കാരും പല ആംഗിളിൽ കാണുന്നുണ്ട്. കണ്ടോളൂ, ദാറ്റ്സ് യുവർ ഇഷ്ടം. ഇനി പണ്ട് വന്നൊരു ന്യൂസ് ഇന്നിങ്ങനെ കിട്ടി. നമുക്ക് ആ ന്യൂസ് അധികം പേര് ഡിസ്കസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. മഞ്ജു വാര്യരെ വിവാഹം കഴിക്കും മുൻപേ നടൻ ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നതായി പോലീസിന് വിവരം. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഈ വിവാഹത്തിന്റെ രേഖകൾ കണ്ടെടുക്കാൻ ശ്രമം തുടരും. ഇപ്പൊ കുറെ പേര് ആലോചിക്കുന്നുണ്ടാവും ഈ ഒരു ടോപ്പിക് ഇവിടെ പറയേണ്ട ആവശ്യം എന്താണ്. ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോ വ്യക്തികളുടേതായ ഒരു പേഴ്സണൽ താല്പര്യമാണ്. ഞാനിവിടെ പേഴ്സണലി ഈ ഒരു സാധനം എടുത്ത് സംസാരിക്കാനുള്ളതിന്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ, എനിക്കും ഇതൊരു ടിക് ന്യൂസ് ആയിരുന്നു. കാരണം ഞാൻ കരുതിയ ദിലീപ് കല്യാണം കഴിച്ചത് മഞ്ജു വാര്യറിനെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം കാവ്യ, ഫൈൻ, ഇപ്പൊ അതങ്ങനെ പോകുന്നു, ഇതായിരുന്നു. പക്ഷെ മഞ്ജു വാര്യർക്കും കാവ്യയ്ക്കും മഞ്ജു വാര്യറിനും മുമ്പായിട്ട് വേറൊരു കല്യാണം കൂടെ കഴിച്ചിരുന്നു എന്നും, അത് കഴിഞ്ഞ് സിനിമയിൽ ഇറങ്ങിയ സമയം ആ പെൺകുട്ടീനെ ഒഴിവാക്കി മഞ്ജുവിന് ഇഷ്ടപ്പെട്ട് മഞ്ജുവിനെ കെട്ടിയാന്നുള്ളൂ. അപ്പൊ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പ്രണയബന്ധം ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരെ ഒഴിവാക്കുന്ന കാറ്റഗറിയിലുള്ള ആളാണ് എന്നൊരു ആംഗിൾ പണ്ട് തൊട്ടേ ഉണ്ട് എന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പീസ് ഇട്ടത്. നമുക്ക് എന്തായാലും ന്യൂസിന്റെ ബാക്കി കാണാം. നടൻ ദിലീപ് ബന്ധുവായ യുവതിയെ ആദ്യം വിവാഹം കഴിച്ചിരുന്നതായാണ് ആലുവ പോലീസിന് ലഭിച്ച വിവരം. സിനിമയിൽ താരമായതോടെ മഞ്ജുവുമായി അടുപ്പത്തിലായ കാലത്ത് ആദ്യ ബന്ധം ഉപേക്ഷിച്ചെന്നാണ് പോലീസ് അറിഞ്ഞ വിവരം. ഇത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ നിരവധി പേരുടെ മൊഴിയെടുത്തു. യുവതിയാകട്ടെ ഇപ്പോൾ വിദേശത്താണ്. യുവതിയുടെ മൊഴിയെടുക്കാനും പോലീസ് ശ്രമിച്ചിരുന്നു. അക്കാലത്ത് ദിലീപിന്റെ സുഹൃത്തുക്കളായിരുന്നവരോടും പോലീസ് വിവരം ആരാഞ്ഞു. ആലുവ ദേശം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മുദ്രപത്രത്തിൽ എഴുതിയ വിവാഹ കരാറിൽ ദിലീപും യുവതിയും ഒപ്പിട്ടു. പക്ഷേ രജിസ്റ്റർ ഓഫീസിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്തോ എന്ന് ഇനിയും ഉറപ്പില്ല. ദിലീപും ഈ യുവതിയും അടുപ്പത്തിലായപ്പോൾ ബന്ധുക്കൾ തടസ്സം നിന്നിരുന്നു. അങ്ങനെയാണ് രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ വിവാഹ കരാറിൽ ഒപ്പിടാൻ കാരണം. മഞ്ജുവുമായുള്ള വിവാഹത്തിന് വേണ്ടി ആദ്യ ബന്ധം ഉപേക്ഷിക്കാൻ ബന്ധുക്കൾ തന്നെയാണ് മധ്യസ്ഥ നിന്നത്. ദിലീപിന്റെ വ്യക്തിജീവിതം വിശദമായി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്. ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, ഇതിന്റെ ഒരു ക്ലാരിറ്റി അല്ലെ പ്രൂഫോ കാര്യങ്ങളോ വന്നിട്ട് പുറത്തു വന്നിട്ടില്ല. ഞാനിതൊരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. ഇതിൽ സത്യമില്ലെങ്കിൽ ഓക്കെ ഫൈൻ, സത്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടത്തിലായി, വീട്ടുകാരുടെ ഇഷ്ടമില്ലാണ്ട് അതൊരു കല്യാണത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലോട്ട് വെറുതെ ഇനി ഒന്ന് താലി കെട്ടിയാലും അല്ലെ വെറുതെ ഇനി രണ്ടുപേരും ഒപ്പിട്ടാലും ആ ലെവലിലോട്ട് പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം സിനിമയിൽ വരുന്നു, മഞ്ജു വാര്യരെ പ്രണയിക്കുന്നു, ഇതിനൊഴിവാക്കുന്നു, പോകുന്നു. അതിന് മഞ്ജു വാര്യറായിട്ട് കുറേ കാലം ജീവിക്കുന്നു. അപ്പൊ കാവ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. അത് അന്നേരം എന്ത് ചെയ്യുന്നു, മഞ്ജു വാര്യർ ഒഴിവാക്കുന്നു, കാവ്യനെ കെട്ടുന്നു. ഇതൊക്കെ എന്ത് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. കാരണം ഒരാളിരിക്കെ മറ്റൊരാളോട് സ്നേഹം, അതിരിക്കെ മറ്റൊരാളോട് സ്നേഹം, ഇതൊക്കെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു.
അപ്പം ഇങ്ങനൊരു 2-3 ന്യൂസ് കാണിക്കാനാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കുറേ കമൻറ്റുകളും അല്ലെങ്കിൽ കുറേ റിപ്ലൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇനി അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു കാര്യം, നിനക്ക് ഈ ഒരു കോണ്ടന്റ് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട്, ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷനുള്ള കോണ്ടന്റ്. ആൻഡ് ഈ കോണ്ടന്റ് ഇടുന്ന സമയത്ത് ഇത് കാണാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ കോണ്ടന്റ് ഇടുന്നു. ആൻഡ് ഇത് മാത്രമല്ല, ഞാൻ ജാസിയുടെ വിഷയം ഇട്ടിട്ടുണ്ട്, ഞാൻ രേണുസുധിയുടെ വിഷയം ഇട്ടിട്ടുണ്ട്, മൃണാളുടെ വിഷയം ഇട്ടിട്ടുണ്ട്, പല വിഷയങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് മാത്രമല്ല എൻ്റെ കോണ്ടന്റ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ദിലീപിനെ ജയിലിൽ കയറ്റിയാലേ ഇവളെ അടങ്ങും. ഇവക്ക് ദിലീപിനെ ജയിലിൽ കയറ്റണം. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോയിൽ എനിക്ക് തോന്നിയിട്ടുള്ള സംശയങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ ഈ വാക്ക് കേട്ടിട്ട് നാളെ ദിലീപിനെ പിടിച്ച് ജയിലിടുകയാണെങ്കിൽ എത്ര ടീമുകളെ പിടിച്ചിടണം, എത്ര കേസുകൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല, ഇവിടെ അങ്ങനത്തെ ഒരു എയിമേ ഇല്ല. ഇപ്പോൾ ഒരു കോണ്ടന്റ്, എൻ്റെ ഇതേ കോണ്ടന്റ് ചിലപ്പോൾ 10 യൂട്യൂബേഴ്സ് ചെയ്യും. 10 യൂട്യൂബേഴ്സിൽ ചിലപ്പോൾ 5 യൂട്യൂബേഴ്സ് അതിജീവിതയുടെ സൈഡും 5 യൂട്യൂബേഴ്സ് ദിലീപിന്റെ സൈഡിലുമാണ്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സൈഡുണ്ട്. അവരാരെ സപ്പോർട്ട് ചെയ്യണം, എന്ത് സംസാരിക്കണം, എന്ത് തീരുമാനം എടുക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ അന്നും ഇന്നും എൻ്റെ വീഡിയോയിൽ ഞാൻ വേറൊരാളെ റെഫർ ചെയ്ത് ഞാൻ സംസാരിക്കില്ല, കോണ്ടന്റ് എടുക്കലുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായം എന്നും എൻ്റെ അഭിപ്രായം തന്നെയാണ്. ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള യൂട്യൂബ് ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കോണ്ടന്റിന് നേരെ ഓപ്പോസിറ്റാണ്. അവരെല്ലാവരും വേറെ സൈഡാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചോളൂ, നിങ്ങളുടെ സൈഡാണ്. ഞാൻ സംസാരിക്കുന്ന എൻ്റെ സൈഡാണ്. അവിടെ എനിക്ക് സൈഡ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ ഐ ഡോണ്ട് ഫോളോ ഓൾ ദിസ് ആക്ടർമാരെയോ ആക്ട്രസ്മാരെയോ ഒന്നും ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കൂടിയില്ല. അപ്പം ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അതിനൊരു അർത്ഥമില്ല. അതുകൊണ്ട് ആ കൈൻഡ് ഓഫ് കമന്റ് കാര്യങ്ങൾ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആക്കുന്നില്ല. ആൻഡ് നെക്സ്റ്റ് തിങ് എന്താന്ന് വെച്ചാൽ, കുറെ പേര് കമന്റ് ഇടുന്ന കണ്ടു, ഹെൽത്ത് വയ്യെങ്കിൽ റെസ്റ്റ് എടുത്തുകൂടെ എന്നുള്ള. ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഞാൻ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കുന്ന ഒരു ടൈം 20 മിനിറ്റാണ്. എഡിറ്റിംഗ് ആണെങ്കിലും ഞാൻ കടന്ന് റെസ്റ്റ് എടുത്തിട്ട് തന്നെ ചെയ്യുന്ന ഒരു സാധനമാണത്. അല്ലാണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കരുതി ഞാനിങ്ങനെ ജീവിതകാലം ഫുൾ ടൈമും ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല. ആൻഡ് സെക്കൻഡ് തിങ്, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്ത കോണ്ടന്റ് മാത്രമാണ് ഞാൻ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഒരു കോണ്ടന്റ് കണ്ടുപിടിച്ച് വന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയല്ല. ഞാൻ സംസാരിക്കും ആ സൈഡ് പോകുന്നത്. ഇത്രയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് വരുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് മാറി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാനൊരു പെൺകുട്ടിയാണ്. എനിക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവും. വേറെ ആരേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും, കാരണം നമ്മളൊരു പെണ്ണായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല സിറ്റുവേഷനിലും പലതും അനുഭവിച്ചു അല്ലെങ്കിൽ കടന്നുപോയി എന്ന് കേൾക്കുമ്പം ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ആയി പോവാണ്. അല്ലാണ്ട് അതൊരിക്കലും മറ്റേ ആളതാക്കാനല്ല. നമ്മൾ നീതി വേണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. നീതി വേണം, പെൺകുട്ടിക്ക് നീതി വേണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇനിയും ഈ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ജീവിക്കേണ്ടതാണ്. അന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകരുത് എന്നുള്ളൊരു ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എന്തായാലും കോടതിയുടെ കാര്യങ്ങളൊക്കെ ആ വഴിക്ക് പോട്ടെ, എങ്ങനെയാ വെച്ചാൽ പോയിക്കോട്ടെ. പിടിക്കണേ പിടിക്കാം, പിടിക്കണ്ടേ പിടിക്കണ്ട, വിടണേ വിടാം, വിടണ്ടേ വിടണ്ട. ദിസ് ഈസ് എ സ്പേസ് ഫോർ മീ ടു എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ. സോ ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നുമില്ല. ആൻഡ് ഇതിൽ വേറൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോന്റെ ഒരു ലാസ്റ്റ് ഭാഗത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ട്, അതും കൂടെ പണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇത് ഏത് മനുഷ്യനെ കൊണ്ടു ഇപ്പൊ രാമൻപിള്ള തന്നെ വേണമെന്നില്ല ഈ കേസിന് ജയിക്കാൻ. ദിലീപിന് ജയിക്കാൻ വേണ്ടിയിട്ട് രാമൻപിള്ളയെ തന്നെ വേണമെന്ന് ഒരു ആവശ്യവുമില്ല. രാമൻപിള്ള അസോസിയേറ്റ്സ് തന്നെ വന്നിരിക്കണമെന്നൊരു ആവശ്യമില്ല. ഏതൊരു ജഡ്ജി ഏതൊരു അഭിഭാഷകൻ അത്യാവശ്യം കാര്യങ്ങളെ പഠിച്ച് പറയാൻ അറിയാവുന്ന, അവതരിപ്പിക്കാൻ അറിയാവുന്ന, ഇഴകീറി ഈ കാര്യങ്ങളെ ക്രോസ് ചെയ്ത് പോകാൻ അറിയാവുന്ന ഒരു അഭിഭാഷകനുണ്ടെങ്കിൽ കേസ് ജയിക്കും. ഇതൊരു മണ്ടൻ കേസാണ്, ഒരു മണ്ടൻ കേസാണ്. അതുപോലെയാണ് ഈ കേസിന്റെ അവസ്ഥ എന്ന് മനസ്സിലായപ്പോൾ സുരേശൻ അദ്ദേഹം അത് വിട്ടു. പിന്നീട് വന്നത് നമ്മുടെ CBIയുടെ VN അനിൽകുമാർ, വളരെ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനാണ്. CBIയുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പ്രോസിക്യൂട്ടറാണ് VN അനിൽകുമാർ. അദ്ദേഹമാണ് വരുന്നത്. അദ്ദേഹം വന്നു, വളരെ പ്രഗത്ഭനാണ്. CBIയുടെ പല കേസുകളും വാദിച്ചിട്ടുള്ള ആളാണ് VN അനിൽകുമാർ. അപ്പോൾ അദ്ദേഹം വാദിച്ചു. അദ്ദേഹവും ഇതേ അവസ്ഥ. അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല, ചെയ്യാൻ ആരും ഒന്നും പറ്റത്തില്ല. പക്ഷേ പിന്നീട് വന്ന നരേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നു. അതൊക്കെ അവര് പറയുന്നല്ലോ. പ്രോസിക്യൂട്ടർമാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
അല്ല അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ അത് പ്രോസിക്യൂഷൻ അങ്ങനെ കോടതിയിൽ അങ്ങനെ കളഞ്ഞിട്ട് പോയത് എന്ത് പിണക്കമാണോ? ജഡ്ജിയോട് വേണമെങ്കിൽ കേസ് ജഡ്ജിയോട് പിണങ്ങി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ജഡ്ജിയും പ്രോസിക്യൂട്ടർമാരും ജഡ്ജിയും എതിർഭാഗവും തമ്മിൽ ഇപ്പൊ എന്താ പ്രതിഭാഗവും ഒക്കെ തമ്മിൽ വാഗ്വാദം ഉണ്ടായ കേസുകളുണ്ട്, മുമ്പ് ഉണ്ടായിട്ടുണ്ട്, കോടതികളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ജഡ്ജി ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരാളൊന്നുമല്ല. അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ അങ്ങനെയുള്ള വാഗ്വാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു കാര്യം, അതായത് ഇതിൽ ഈ പെർട്ടിക്കുലർ വ്യക്തി കംപ്ലീറ്റ്ലി ദിലീപിന്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ കേസിൽ സംസാരിക്കുന്നത്. ഞാൻ ഇതിനെ ക്രോസ് ചെയ്യാനോ അല്ലെ പുള്ളി പറഞ്ഞ ഡയലോഗിന് അഗെയിൻസ്റ്റ് പറയാനോ വന്നതല്ല. അത് പുള്ളിയുടെ അഭിപ്രായമാണ്, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, എനിക്ക് അതിനെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പുള്ളി ഇത് വീഡിയോ എൻഡിൽ പറയുന്നുണ്ട് ജഡ്ജിനെ ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്രയേ ഉള്ളൂ. ഒരഭിപ്രായം വരുമ്പോൾ അതിന് ഒരു കോയിന് രണ്ട് സൈഡുള്ള പോലെ തന്നെ ഒരു കേസിന് രണ്ട് സൈഡ് ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യുക, എഗെയിൻസ്റ്റ് നിൽക്കേണ്ടവർ എഗെയിൻസ്റ്റ് നിൽക്കുക. ഇനി എഗെയിൻസ്റ്റ് നിന്ന് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ സംസാരിച്ചോട്ടെ. അപ്പോഴേക്ക് ബാക്കിയുള്ളവർക്ക് എന്താ ഇത്ര ഫ്രസ്ട്രേഷൻ എന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളവർ എന്തിനാ ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നു, ബാക്കിയുള്ളവർ എന്തിനാ ഇത്ര ഡിസ്റ്റർബ്ഡ് ആവുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സംസാരിക്കും നിങ്ങളുടെ സൈഡ്, ഞങ്ങൾ സംസാരിക്കുന്നു ഞങ്ങളുടെ സൈഡ്. എന്ത് വേണമെങ്കിലും നടന്നോട്ടെ. ഫൈനലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനി ഹൈക്കോടതിയല്ല സുപ്രീം കോടതിയിൽ പോയാലും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി തെറ്റുകാരനാണെന്നുള്ളത് തെളിയില്ല. പുള്ളി എന്തായാലും പുറത്തിറങ്ങി വരും. 100% ഷുവറാണ്. ഞാൻ പറയുന്നു, ഐ അഡ്മിറ്റ് ഇറ്റ്. നടക്കട്ടെ, ഒരു വിഷയമില്ല, നമുക്ക് പറയാലോ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.